ഹല്ലേലൂയ. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂതലം നിറഞ്ഞു നിൽക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭൂതലം മുഴുവനും കാരുണ്യം കൊണ്ട് നിറയ്ക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്രചംഗിക്ക് നന്ദി പറയാം. നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും കൂടുതലായി അനുഭവിച്ചറിയുവാൻ അങ്ങയുടെ ഉത്ഥാനത്തിലൂടെ തന്ന കൃപയെ ഓർത്തുകൊണ്ട് നന്ദി പറയാം. പത്രോസ് പറഞ്ഞു, ഹൃദയം നുറുങ്ങിക്കൊണ്ട് നിങ്ങൾ കൊന്ന ക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു എന്നും അവിടുത്തെ ക്രിസ്തുവായി ഉയർത്തിയെന്നും പത്രോസ് പറയും. ഇത് കേട്ട പെന്തക്കോസ്താ ദിവസം കൂടിയുന്ന ജനങ്ങൾ ഹൃദയം നുറുങ്ങിക്കൊണ്ട് അവർ സ്നാനം സ്വീകരിക്കുവാൻ തയ്യാറായി. ഹൃദയം നുറുങ്ങുന്നവർക്ക് പശ്ചാത്തപിക്കുവാനായിട്ട് പത്രോസിൻ്റെ ആഹ്വാനം കേട്ട അവരൊക്കെ ഹൃദയം നുറുങ്ങിക്കൊണ്ട് പശ്ചാത്താപത്തോട് ജ്ഞാനസ്നാനം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളായി മാറി. ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറുവാൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. സ്ത്രീയെ, നീ കരയുന്നതെന്തിനെന്ന് മഗ്ദലേന മറിയത്തോട് കർത്താവ് ചോദിക്കുന്നുണ്ട്. നീയാണ് അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ അവന് ഞങ്ങൾക്ക് നൽകുക എന്ന മഗ്ദലേന മറിയത്തിൻ്റെ ആവശ്യം. മറിയം എന്ന് വിളിക്കുമ്പോൾ അവനെ തിരിച്ചറിഞ്ഞ മറിയം, പാപിനിയായിരുന്നവൾ വിശുദ്ധ പദവിയിലേക്കെത്തുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ അന്വേഷിച്ച് കണ്ടെത്തിയ മറിയം വിശുദ്ധിയായി മാറുമ്പോൾ ഹൃദയം നുറുങ്ങി പശ്ചാത്താപത്തോടെ തൻ്റെ അരികിൽ വരുന്നവരെ ഒരിക്കലും അവിടെ നിരാശരാക്കുന്നില്ലെന്നും നമ്മെ ഓരോരുത്തരെയും വിശുദ്ധരാക്കുവാനായിട്ടാണ് അവിടെ നീ ലോകത്തിലേക്ക് വന്നതെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പശ്ചാത്തപിക്കുവാൻ തന്നിരിക്കുന്നൊരു അവസരം ഹൃദയം നുറുങ്ങിക്കൊണ്ട് അവിടുത്തെ പക്കലേക്ക് അണയുവാൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ പശ്ചാത്താപ ഹൃദയത്തോടെ ഉദ്ധിതൻ്റെ മുമ്പിലേക്ക് നമുക്കെത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഹൃദയം നുറുങ്ങിയവർക്ക് അങ്ങ് സമീപസ്ഥനാണ്. ആ സാമീപ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.